പി ജയരാജനായി പിണറായി വിജയന്റെ മണ്ഡലത്തിൽ ഫ്ലക്സ് ബോർഡ്. ധർമ്മടം നിയോജക മണ്ഡലത്തിലെ കടമ്പൂർ ആഡൂരിലാണ് ഈ ബോർഡ് സ്ഥാപിച്ചത്. പി ജയരാജനെ വിളിക്കൂ, പാർട്ടിയെ രക്ഷിക്കൂ എന്ന് ബോർഡിൽ എഴുതിയിട്ടുമുണ്ട്. അജീഷ് ജയകുമാർ കണ്ണൂരിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അജീഷ്, പി ജയരാജന്റെ കഴിഞ്ഞ ദിവസത്തെ ഫേസ്ബുക്ക് പോസ്റ്റ് അതേറെ ചർച്ചയായതാണ്. അതിൽ ഒരു ഒളിയമ്പുണ്ടായിരുന്നു. അതിന് പിന്നാലെ ഇപ്പോൾ പിണറായി വിജയന്റെ മണ്ഡലത്തിൽ പി ജയരാജന് വേണ്ടി ഒരു ഫ്ലക്സ് ബോർഡ്. ആരാണ് ഈ ബോർഡ് അവിടെ കൊണ്ടുവച്ചത്? ആരാണ് എന്നുള്ളത് വ്യക്തമല്ല. ഇന്ന് വൈകിട്ടാണ് ഇങ്ങനെ ഒരു ബോർഡ് പ്രത്യക്ഷപ്പെട്ടത്. ധർമ്മടം മണ്ഡലത്തിലെ കടമ്പൂരിലുള്ള ആഡൂരിലാണ് ഈ ബോർഡ് സ്ഥാപിച്ചിട്ടുള്ളത്. പി ജയരാജനെ വിളിക്കൂ, പാർട്ടിയെ രക്ഷിക്കൂ എന്ന വലിയ തലക്കെട്ടോടെയാണ് ഈ ബോർഡ് സ്ഥാപിച്ചിട്ടുള്ളത്. ഒപ്പം കഴിഞ്ഞ ദിവസം പി ജയരാജൻ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് ഈ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ ഇട്ടിരുന്നു. അതിൽ തിരുത്തേണ്ട പാഠഭാഗങ്ങളുണ്ട്, ജീർണതകൾ ചർച്ച ചെയ്ത് തിരുത്താതിരുന്നാൽ ജനങ്ങൾക്കിടയിൽ വിശ്വാസ്യതയ്ക്ക് മങ്ങലേൽക്കും എന്ന വാചകമുണ്ടായിരുന്നു. ആ വാചകം ഈ ഫ്ലെക്സ് ബോർഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും പി ജയരാജനായി കണ്ണൂർ ജില്ലയിൽ പല ഭാഗത്തായി ആ ഫ്ലെക്സ് ബോർഡുകൾ കഴിഞ്ഞ 2 ദിവസങ്ങളായി സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം മട്ടന്നൂരിലെ കോളയാടായിരുന്നു ആദ്യം ഫ്ലെക്സ് ബോർഡ് ഉയർന്നത്. അതിനുശേഷം അഴീക്കോട് മണ്ഡലത്തിൽ ഫ്ലെക്സ് ബോർഡുകൾ ഉയർന്നിരുന്നു. സോഷ്യൽ മീഡിയയിലും വ്യാപകമായി തന്നെ പി ജയരാജനെ നേതൃനിരയിലേക്ക് കൊണ്ടുവരണം, ഒപ്പം മുഖ്യമന്ത്രിയും സംസ്ഥാന സെക്രട്ടറിയും മാറ്റണം തുടങ്ങിയ ആവശ്യങ്ങൾ അണികളുടെ ഇടയിൽ തന്നെ ഒരു വികാരമായി ഉയർന്നു വന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ കടമ്പൂരിൽ ഇപ്പോൾ ഒരു പി ജയരാജനെ വിളിക്കൂ, പാർട്ടിയെ രക്ഷിക്കൂ എന്ന വാചകത്തോടെ ഒരു പുതിയ ഫ്ലെക്സ് ബോർഡ്. ശരി, അജീഷ് ജയകുമാറാണ് വിശദാംശങ്ങൾ നൽകിയത് കണ്ണൂരിൽ നിന്നും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.